ചായ വന്നു കേട്ടോ, നമ്മുടെ ചായ വന്നേ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം വന്നിട്ട് ഖത്തറിലുള്ള ആൾക്കാർക്ക് കേട്ടാ, പ്രത്യേകിച്ച് ഖത്തറിലുള്ള ആൾക്കാർ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും പോയി ചായ കുടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്പോട്ടിലോട്ട് പോകട്ടാ, സ്പോട്ടിലോട്ട് പോകണേ. ഇപ്പം ഞാനുള്ള സ്ഥലം വന്നിട്ട് ദുഹൈലിലാണ്. ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ ഒരേടി പോകുന്നത് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുക, സ്ഥലം ഏതാണെന്ന് ആദ്യം നോക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ? വക്ത് ഷായ് എന്ന് അറബികൾ പറയും, അതേപോലെ തന്നെ നമ്മൾ മലയാളികൾ ടീ ടൈം എന്നും പറയും. നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, അറബികളും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഇഷ്ട ചായ. ഓക്കെ, വക്ത് ഷായ്. ഇതിൽ ഏറ്റവും വലിയ ഇതെന്താണെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഒരു മലയാളിൻ്റെ സ്ഥാപനമാണ്. മാഷാഅല്ലാഹ്, അതിനെ നമുക്ക് അഭിമാനിക്കാട്ടോ. സത്യം പറഞ്ഞു വെച്ചാൽ തിരക്ക് നോക്കിയേ, അത്രത്തോളം തിരക്കാണ് ഈ ഒരു ചായക്ക് വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന സ്ഥാപനത്തിലെ ഒരു ചായക്ക് ഒരൊറ്റ റിയാലേ ഉള്ളൂ, പക്ഷെ അടിപൊളി. ഇവിടുത്തെ ഒരു ചായൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞു വെച്ചാൽ അടിപൊളിയാണ്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം തിരക്കാണ് എന്തായാലും. മാഷാ അല്ലാഹ്. ഇവിടെ സാൻഡ്വിച്ച് ഉണ്ട്, അതേപോലെ തന്നെ ചായ, പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ ജ്യൂസ്, ഒരുപാട് അടിപൊളി ഐറ്റംസ് ഇവിടെ കിട്ടും. എല്ലാതും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ ഒരു മുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ സംഭവം ഒരു 5-6 മിനിറ്റോളം വെയിറ്റ് ചെയ്തു കേട്ടാ. അടിപൊളി ടേസ്റ്റാണ് എന്തായാലും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വാവ്, സൂപ്പർ. വെയിറ്റ് ചെയ്താൽ എന്താണ്, നല്ല അടിപൊളി ചായ കിട്ടിയില്ലേ.